എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. +2 സേ എക്സാമിൽ ജയിക്കാൻ എത്ര മാർക്ക് വാങ്ങണം, എത്ര വിഷയം എഴുതാൻ സാധിക്കും, ഇംപ്രൂവ്മെൻ്റ് എക്സാം ഫുൾ ഡീറ്റെയിൽസ് ആണ് വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം കൂടെ കേൾക്കണം. 100 വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടാൽ 10 പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +2 സേ എക്സാം ജയിക്കാൻ എത്ര മാർക്ക് വാങ്ങണം എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ 24, സെക്കൻഡ് ഇയർ 24 ചേർത്ത് ടോട്ടൽ 48 മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ ആവശ്യമായി വേണ്ടത്. അത് TE മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കുന്നതിലേക്ക് പരിഗണിക്കുന്നത്. CE മാർക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ TE മാർക്ക് ടെസ്റ്റ് എക്സാം മാർക്ക് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ജയിക്കാൻ. അതിൽ നിങ്ങൾ എഴുതി എന്ത് ചെയ്യണം, 48 മാർക്ക്. അത് ഫസ്റ്റ് ഇയർ 24, സെക്കൻഡ് ഇയർ 24 മാർക്കാണ് നിങ്ങൾ ജയിക്കാനായി എഴുതി വാങ്ങേണ്ടത്. അപ്പോൾ ഇനി അതിൽ ഇനി എത്ര മാർക്ക് സേ എക്സാമിൽ വാങ്ങണമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, എത്ര മാർക്കാണ് നിങ്ങൾക്ക് +1 ഉണ്ടായിരുന്നത്. അത് +1 പരീക്ഷ എഴുതി കഴിഞ്ഞു, ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പാസ്സായിട്ടുണ്ടാവും. മാർക്ക് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണോ നിങ്ങൾക്ക് ലാസ്റ്റ് ഏറ്റവും കൂടിയ മാർക്ക് ഏതാണ് നിങ്ങൾ നോക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എന്നൊരു വിഷയം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടിയ മാർക്ക് എന്ന് പറയുന്നത് 37 ആണെങ്കിൽ പിന്നെ ആ വിദ്യാർത്ഥിക്ക് 11 മാർക്കും കൂടെ കിട്ടിയാൽ മാത്രമേ ആ വിദ്യാർത്ഥിക്ക് ജയിക്കാൻ പറ്റൂ. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് 37 ഉള്ളൊരു വിദ്യാർത്ഥി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തു, ഇമ്പ്രൂവ്മെൻ്റ് അല്ല +2 പരീക്ഷ എഴുതി, പക്ഷേ ആ വിദ്യാർത്ഥിക്ക് 11 മാർക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി എന്ത് ചെയ്യേണ്ടി വരും, ഇനി വരുന്ന സേ പരീക്ഷയിൽ 11 മാർക്ക് എഴുതിയെടുത്താൽ മതിയാകും. അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, എന്താണ് സേ എക്സാം അല്ല പബ്ലിക് എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, രജിസ്റ്റർ ചെയ്ത പബ്ലിക് എക്സാം നിങ്ങൾ പരീക്ഷ എഴുതിയ ടൈമിൽ നിങ്ങൾ 11 മാർക്ക് വേണ്ടെടുത്ത് ഒരു 9 മാർക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും 2 മാർക്ക് കൂടെ കിട്ടിയാൽ പോരെ എന്ന്. അങ്ങനെ പോരാ, നിങ്ങൾ സേ എക്സാം എഴുതുമ്പോൾ എന്ത് ചെയ്യണം, ഇനി ആദ്യം നിങ്ങൾ 11 മാർക്ക് എഴുതിയെടുക്കണം. അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 32, സെക്കൻഡ് ഇയറിൽ ജയിക്കാൻ 11 മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 9 മാർക്ക് പബ്ലിക് എക്സാമിൽ കിട്ടി. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇനി നിങ്ങൾ സേ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ആദ്യം 11 മാർക്ക് എഴുതിയെടുക്കേണ്ടതാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ ഏറ്റവും കൂടിയ നിലവാരം എത്രയാണോ അത് നിങ്ങൾ നോക്കിയിട്ട് 48 തികയാൻ ഇനി എത്ര മാർക്ക് വേണമെന്ന് പരിശോധിച്ച ശേഷമാണ് അത്രയും മാർക്ക് നിങ്ങൾ എഴുതുക. എത്ര വിഷയം എഴുതാം, സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ +2 പഠിച്ച 6 വിഷയങ്ങളും നിങ്ങൾക്ക് സേ എഴുതാം. നിങ്ങൾ +2 പബ്ലിക് എക്സാമിൽ എഴുതിയ 6 വിഷയങ്ങളും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സേ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 6 വിഷയങ്ങളും നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാം. ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് എല്ലാ വിഷയത്തിനും പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയം മാത്രമേ എഴുതാൻ പറ്റൂ. ഏതെങ്കിലും ഒരു വിഷയത്തിന്, അതായത് നിങ്ങൾ ഫെയിലായ സബ്ജക്റ്റുകളെല്ലാം നിങ്ങൾക്ക് സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കും. നിങ്ങൾ എത്ര വിഷയത്തിന് ഫെയിലായി കഴിഞ്ഞാൽ അത്രയും വിഷയത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സേ പരീക്ഷ എഴുതാൻ സാധിക്കും. ഇനി 6 വിഷയത്തിനും ഫെയിലായി കഴിഞ്ഞാൽ 6 സേ എഴുതാം. 4 എണ്ണയും ഫെയിലായുള്ളെങ്കിൽ അങ്ങനെ ഒരെണ്ണയും ഫെയിലായുള്ളെങ്കിൽ ഒരെണ്ണം നിങ്ങൾക്ക് സേ ആയിട്ട് എഴുതാം. അത് നിങ്ങൾ എത്ര എണ്ണം ഫെയിലായോ അത്ര എണ്ണം നിങ്ങൾക്ക് സേ പരീക്ഷയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതാണ്. പക്ഷേ +2 നിങ്ങൾ ജയിച്ചിട്ട് നിങ്ങൾക്ക് നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ ഇമ്പ്രൂവ് ആകുക, നിലവിലെ മാർക്ക് എന്ത് ചെയ്യുക, ഒന്ന് മെച്ചപ്പെടുത്തുക, അതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്ത് പോരാ, ഒരിക്കലും സേ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇമ്പ്രൂവ്മെൻറ്റ് രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒറ്റ വിഷയം മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് സേ പരീക്ഷയെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും രജിസ്ട്രേഷൻ ചെയ്യുക, അതായത് ആവശ്യമുള്ളവർ രജിസ്ട്രേഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, 100 പേർ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്ന നിരവധി വീഡിയോസ് വരും ദിവസങ്ങളിലും
വരും മണിക്കൂറുകളിൽ വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ടെക്. ബൈ.